നമ്മുടെ കഴിഞ്ഞ ഗ്രാമർ ക്ലാസ് സബ്ജക്റ്റ് എന്നൊരു ടോപ്പിക് ആയിരുന്നു. അതിൽ നമ്മൾ പഠിച്ച എന്താണ് സബ്ജക്റ്റ്, ഈ സിംഗുലർ സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കാറ്റഗറീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ സിംഗുലർ സബ്ജക്റ്റിനെ എങ്ങനെ പ്ലൂറൽ സബ്ജക്റ്റിലേക്ക് മാറ്റാം എന്നുള്ളൊരു കാര്യമാണ്. ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ ഈ സിംഗുലറും പ്ലൂറൽ സബ്ജക്റ്റും അറിയില്ലാത്തത് കൊണ്ട് അവിടെ സ്കോർ പോയിട്ട് വന്ന് വിഷമം പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് റൂൾസേ ഉള്ളൂ. ആ റൂൾസ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ എക്സാംസിലൊക്കെ 1-2 സ്കോർ ഇംഗ്ലീഷിൽ എടുക്കാൻ പറ്റും. ഒത്തിരി റൂൾസ് ഒന്നും ഇല്ല. ആ റൂൾസ് ഞാൻ വളരെ നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമർ സെഷൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ പ്ലേലിസ്റ്റിലെ വീഡിയോസ് 1 by 1 ആയിട്ട് കാണുക. എങ്കിലേ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകൂ. നമുക്ക് ഒട്ടും താമസം വേണ്ട, നേരെ ഇന്നത്തെ സെഷനിലേക്ക് പോകാം. മൈ നെയിം ഇസ് ലക്ഷ്മി ബാബു. വെൽക്കം ടു യൂറോ കണക്ട് ഇംഗ്ലീഷ് അക്കാദമി. ഈ സിംഗുലർ സബ്ജക്റ്റിനെ പ്ലൂറൽ സബ്ജക്റ്റിലേക്ക് മാറ്റാൻ ഒരു 5-6 റൂൾസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ആണ് ആഡ് എസ് ആഫ്റ്റർ ദ സിംഗുലർ സബ്ജക്റ്റ്. അതായത് നോക്കിയേ, പെൻ എന്ന് പറയുന്ന ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റും. 1 എന്നുള്ള രീതിയിൽ എടുക്കുവാണെങ്കിൽ അത് സിംഗുലർ സബ്ജക്റ്റും അതിനെ പ്ലൂറൽ സബ്ജക്റ്റ് ആക്കണമെങ്കിൽ എസ് ആഡ് ചെയ്ത് കൊടുക്കാം. സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടുള്ള പെൻ എന്ന വേർഡിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് കേസ് നോക്കിയാൽ ബുക്ക് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റും അതിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പോൾ അതൊരു പ്ലൂറൽ സബ്ജക്റ്റും ആകും. തേർഡ് വൺ ക്യാറ്റ് എന്ന് പറയുമ്പോൾ ക്യാറ്റ് സിംഗുലർ ആണെങ്കിൽ ഒരു എസ് കൂടെ ആഡ് ചെയ്താൽ ക്യാറ്റ്സ് ആകും. അപ്പൊ സിംഗുലർ സബ്ജക്റ്റിനെ പ്ലൂറൽ സബ്ജക്റ്റിലേക്ക് മാറ്റാനുള്ള ഫസ്റ്റ് ആൻഡ് ബേസിക് റൂൾ എന്ന് പറയുന്നത് ഈ സിംഗുലർ സബ്ജക്റ്റിന് ശേഷം വെറുതെ ഒരു എസ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. സിംഗുലർ സബ്ജക്റ്റിനെ പ്ലൂറൽ സബ്ജക്റ്റ് ആക്കാനുള്ള സെക്കൻഡ് റൂൾ ഓക്കെ, ആഡ് ഇയേഴ്സ് ടു ദ സബ്ജക്ട് വിച്ച് എൻഡ് വിത്ത് എസ്, SH, CH, X or Z. അതായത് നമ്മുടെ സിംഗുലർ സബ്ജക്റ്റ് ഈ പറഞ്ഞ ഏതെങ്കിലും ലെറ്റേഴ്സ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് S, SH, CH, X, Z ഈ ലെറ്റേഴ്സിൽ ഏതെങ്കിലും വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ES ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ബസ് നോക്കിയേ, എസ്സിലാണ് എൻഡ് ചെയ്യുന്നത്, അതിനെ പ്ലൂറലാക്കാൻ നമ്മൾ ES ആഡ് ചെയ്യുന്നു. വിഷ് SHലാണ് എൻഡ് ചെയ്യുന്നത്, സോ വിഷസ് എന്ന് വരും. മാച്ച് CHൽ എൻഡ് ചെയ്യുന്നത് കൊണ്ട് മാച്ചസ് എന്ന് വരും, ES ആഡ് ചെയ്ത്. എക്സിൽ എൻഡ് ചെയ്യുന്ന വേർഡാണ് ബോക്സ്, അതിന് നമ്മൾ ബോക്സസ് ES ആഡ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് വേർഡ് ക്വിസ് എന്ന് പറയുമ്പോൾ സെഡിലാണ് എൻഡ് ചെയ്യുന്നത്, അവിടെ നമ്മൾ ഒരു ES ആഡ് ചെയ്യുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് എക്സ്ട്രാ ഒരു Z വന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു എക്സെപ്ഷൻ കേസ് ആണ്. അതുകൊണ്ടാണ്. നോർമൽ കേസിൽ നമ്മൾ ആ വേർഡിന്റെ കൂടെ ES അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂൾ. സിംഗുലർ സബ്ജക്റ്റിനെ പ്ലൂറൽ സബ്ജക്റ്റിലേക്ക് മാറ്റാനുള്ള തേർഡ് റൂൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗുലർ സബ്ജക്റ്റ് എൻഡ് ചെയ്യുന്നത് വവൽ പ്ലസ് വൈയിലാണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ സിമ്പിൾ ആയിട്ടൊരു എസ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. വവൽ ലെറ്റേഴ്സ് ഏതാണെന്നൊക്കെ അറിയാലോ, A, E, I, O, U. ഇതാണ് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 5 വവൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേർഡ്, ഒരു സബ്ജക്റ്റ് എൻഡ് ചെയ്യുന്നത് ഒരു വവൽ ലെറ്റർ പ്ലസ് വൈയിലാണെങ്കിൽ നോർമലി ആഡ് ചെയ്യുന്ന പോലെ തന്നെ എസ് ആഡ് ചെയ്യുക. നോക്കിയേ, ബോയ് എന്ന് പറയുമ്പോൾ വൈയിലാണ് എൻഡ് ചെയ്യുന്നത്, അതിന് തൊട്ട് മുമ്പുള്ളത് ഒരു വവൽ സൗണ്ട് ആണ്. സോ ബോയ്സ് നോർമലി ആഡ് ചെയ്യുന്ന പോലെ എസ് വരുന്നു. ഇനി കീ എന്ന് പറയുമ്പോഴും എന്ന് പറയുന്ന വവൽ ലെറ്റർ ആണ്, അതുകൊണ്ട് കീസ് നോർമലി എസ് ആഡ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് വേർഡ് നോക്കി ഹോളിഡേയിലും വൈക്ക് മുമ്പ് ഒരു വവൽ ലെറ്റർ ഉണ്ട്, സോ നമ്മൾ നോർമലി ഒരു എസ് ആഡ് ചെയ്യുന്നു. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു സിംഗുലർ സബ്ജക്റ്റ് എൻഡ് ചെയ്യുന്നത് വൈയിലും അതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന ഒരു വവൽ ലെറ്ററും ആണെങ്കിൽ എസ് ആഡ് ചെയ്യുന്നു. ഇതെന്തിനാണ് ഈ റൂള് പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി വരുന്ന റൂള് ഇതിനോട് റിലേറ്റഡ് ആണ്, ബട്ട് കുറച്ച് കൺഫ്യൂസിങ് ആകും. അതുകൊണ്ടാണ് ഈ ഒരു റൂള് ഞാനിവിടെ എടുത്തു പറഞ്ഞത്. നമ്മുടെ ഫോർത്ത് റൂള് തേർഡ് റൂളിനോട് കുറച്ച് റിലേറ്റഡ് ആണ്. ഓക്കെ, വെൻ ദ സബ്ജക്ട് എൻഡ്സ് ഇൻ എ കോൺസണന്റ് ലെറ്റർ റിമൂവ് Y ആൻഡ് ആഡ് ES. അതായത് നമ്മൾ തേർഡ് റൂളിൽ പറഞ്ഞത് ഒരു സിംഗുലർ സബ്ജക്ട് എൻഡ് ചെയ്യുന്നത് വൈയിലും അതിന് തൊട്ട് മുമ്പ് കിടക്കുന്നത് ഒരു വവൽ സൗണ്ടും ആണെങ്കിൽ എസ് ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് എൻഡ് ചെയ്യുന്നത് വൈയിലും
ബട്ട് അതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന കോൺസണന്റ് ലെറ്റർ ആണെങ്കിൽ ആ വൈ നമ്മൾ അങ്ങ് മാറ്റിയിട്ട് അവിടെ IES ആഡ് ചെയ്യും. എക്സാമ്പിൾ നോക്കിയേ, പാർട്ടി. പാർട്ടി എന്നുള്ള സബ്ജക്റ്റ് എൻഡ് ചെയ്യുന്നത് വൈയിലും അതിന് തൊട്ട് മുമ്പ് കിടക്കുന്നത് ഒരു കോൺസണന്റ് ലെറ്റർ ആണ്, T ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വൈനെ അങ്ങ് മാറ്റുക. വൈ മാറ്റിയിട്ട് അവിടെ PART T വരെ നമുക്ക് എഴുതാം. ദെൻ ഈ വൈ മാത്രം അങ്ങ് മാറ്റിയിട്ട് അവിടെ IES ആഡ് ചെയ്യുന്നു. ലേഡി. ലേഡി ആണെങ്കിൽ എങ്ങനെയാ, വൈയിൽ എൻഡ് ചെയ്യുന്നു, ബിഫോർ ദാറ്റ് കോൺസണന്റ് ലെറ്റർ ആണുള്ളത്. സോ വൈ മാറ്റി അവിടെ IES ആഡ് ചെയ്യുന്നു. സ്റ്റോറിയുടെ കേസിൽ സെയിം ആണ്. R എന്ന് പറയുന്ന ഒരു കോൺസണന്റ് ലെറ്റർ ആണ്. സോ ജസ്റ്റ് റിമൂവ് വൈ ദെൻ ആഡ് IES. ഫോർത്ത് റൂളും തേർഡ് റൂളും തമ്മിൽ കൺഫ്യൂസ്ഡ് ആകരുത്. ഒരൊറ്റ വ്യത്യാസമുള്ളൂ, വവൽ ലെറ്റർ ആണോ കോൺസണന്റ് ലെറ്റർ ആണോ എന്ന് മനസ്സിലാക്കുക. ദെൻ വവൽ ലെറ്റർ ആണെങ്കിൽ വെറുതെ S ആഡ് ചെയ്യുക, കോൺസണന്റ് ലെറ്റർ ആണെങ്കിൽ വൈ മാറ്റി അവിടെ IES ആഡ് ചെയ്ത് കൊടുക്കുക. നൗ റൂൾ നമ്പർ 5. ഈ ഫിഫ്ത്ത് റൂളും ഫോർത്ത് റൂളിനോട് കുറച്ചൊക്കെ റിലേറ്റഡ് ആണ്. അതായത് റൂൾസ് ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. നോക്കിയേ, ഇഫ് ദ സബ്ജക്ട് എൻഡ്സ് ഇൻ F or FE, റിമൂവ് F or FE, then add VES. നോക്കിയേ, ഈ ഒരു സിംഗുലർ സബ്ജക്ട് എൻഡ് ചെയ്യുന്നത് F അല്ലെങ്കിൽ FE എന്നാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എഫിനെ അല്ലെങ്കിൽ എഫിനെ മാറ്റിയിട്ട് പകരം VES ആഡ് ചെയ്യുന്നു. ലൈഫ്. ലൈഫ് എന്നുള്ള വേർഡ് എൻഡ് ചെയ്തത് FEയിലാണ്. സോ നമ്മൾ എഫിനെ മാറ്റിയിട്ട് എഫിനെ അപ്പാടെ മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് ലൈവ്സ് നോക്കാം, VES ആഡ് ചെയ്യുന്നു. ദെൻ തീഫ്. എൻഡ് ചെയ്യുന്നത് Fയിലാണ്. സോ ഇവിടെ വരുമ്പോൾ F മാറ്റുന്നു, THIEVES. തീവ്സ്. ഒരുപാട് കള്ളന്മാർ. വൈഫ്. വൈഫ് എന്നുള്ളത് എൻഡ് ചെയ്യുന്നത് FEയിലാണ്. നമ്മളതിനെ പ്ലൂറലിലേക്ക് ആക്കുമ്പോൾ FE മാറ്റിയിട്ട് VES വൈഫ്സിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഫിഫ്ത്ത് റൂൾ എത്രയാണ്, ഒരു സിംഗുലർ സബ്ജക്ട് എൻഡ് ചെയ്യുന്നത് F or FEയിലാണെങ്കിൽ FEനെ മാറ്റി അല്ലെങ്കിൽ FEനെ മാറ്റിയിട്ട് അവിടെ VES ആഡ് ചെയ്ത് കൊടുക്കാം. റൂൾ നമ്പർ 6 പറയുന്നത് ഇഫ് ദ സബ്ജക്ട് എൻഡ്സ് ഇൻ എ കോൺസണന്റ് പ്ലസ് O ആഡ് ES എന്നാണ്. അതായത് നമ്മുടെ സിംഗുലർ സബ്ജക്ട് എൻഡ് ചെയ്യുന്നത് ഒരു കോൺസണന്റ് ലെറ്റർ പ്ലസ് O ആണെങ്കിൽ, അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത് ഓയിലും അതിന് മുമ്പ് തൊട്ട് മുമ്പ് കിടക്കുന്ന ഒരു കോൺസണന്റ് ലെറ്ററും ആണെങ്കിൽ നമ്മൾ അവിടെ ES ആഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എക്സാമ്പിൾ നോക്കിയേ, പൊട്ടറ്റോ. പൊട്ടറ്റോ എന്ന് പറയുന്നതിൽ എൻഡ് ചെയ്യുന്നത് ഓയിലാണ് ആൻഡ് അതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന ഒരു കോൺസണന്റ് ലെറ്റർ ആണ് T എന്ന് പറയുന്നത്. സോ പൊട്ടറ്റോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ES ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സെയിം കേസാണ് ടൊമാറ്റോയുടെയും മാങ്കോയുടെയും കേസിൽ വരുന്നത്. എൻഡ് ചെയ്യുന്നത് ഓയിൽ ആയതുകൊണ്ടും പ്ലസ് അതിന് തൊട്ട് മുമ്പിൽ കിടക്കുന്ന കോൺസണന്റ് ലെറ്റർ ആയതുകൊണ്ടും നമ്മളിവിടെ ES ആഡ് ചെയ്യുന്നു. സോ പൊട്ടറ്റോസ്, ടൊമാറ്റോസ്, മാങ്കോസ് എന്നൊക്കെ പറയുമ്പോൾ പ്ലൂറൽ ആക്കുമ്പോൾ ES ആഡ് ചെയ്ത് വിടുന്നു. റൂൾ നമ്പർ 7. റൂൾ നമ്പർ 7 എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ല. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞു വിട്ട 6 റൂൾസ് ഇല്ലേ, ആ 6 റൂൾസും ഫോളോ ചെയ്യാത്ത കുറച്ച് വേർഡ്സ് ഉണ്ട്, കുറച്ച് സബ്ജക്റ്റ് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. അതിനെല്ലാം കൂടിയാണ് ഈ 7th റൂളിലേക്ക് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, മാൻ. മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മാൻസ് ഒന്നും പറയില്ല, എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, എപ്പോഴും ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നതാണ്. സോ മാൻസ്, വിമൻസ് എന്നൊക്കെ പറയാതെ മാൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് മെൻ, വുമന്റെ പ്ലൂറൽ വിമൻ എന്നാണ്. സോ ഇതിൽ സ്പെല്ലിംഗ് മാറുന്നത് A എന്നുള്ളത് E ആകും. സെയിം കേസാണ് വുമൺ എന്ന് പറയുമ്പോഴും. WOMAN ആണെങ്കിൽ നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുന്ന വുമൺ എന്നാണ് കേട്ടോ, വുമൺ എന്നും. അത് പ്ലൂറൽ ആകുമ്പോൾ ഒരുപാട് സ്ത്രീകൾ വരുമ്പോൾ ഈ മെന്നിന്റെ കേസിലെ പോലെ തന്നെ E വരും, WOMEN വരും. സോ അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന V എന്നാണ്, വുമൺ ആൻഡ് വിമൻ. ദ നെക്സ്റ്റ് കേസ് ചൈൽഡ്. ചൈൽഡിന്റെ പ്ലൂറൽ ആണ് ചിൽഡ്രൻ, ഒരിക്കലും ചിൽഡ്രൻസ് എന്ന് പറയരുത്. ദെൻ പേഴ്സൺ. പേഴ്സണെ നമ്മൾ പ്ലൂറൽ ആക്കുമ്പോൾ പീപ്പിൾ എന്നാകും. പേഴ്സൺസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്ലൂറൽ സെൻസിൽ. ഒരിക്കലും അതിനൊരു ടേം ഇംഗ്ലീഷ് ഗ്രാമറിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഇല്ല, അവിടെ നമ്മൾ പീപ്പിൾ എന്ന് തന്നെ യൂസ് ചെയ്യണം. ആൻഡ് ടൂത്ത്, ടീത്ത്, ഇങ്ങനെ ഒരുപാട് ലിസ്റ്റുകളുണ്ട്. ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമാണ്. റൂൾ നമ്പർ 8 പറയുന്നത് ഇഫ് ദ സബ്ജക്ട് എൻഡ്സ് ഇൻ IS ചേഞ്ച് ഇറ്റ് ടു ES എന്നാണ്. അതായത് നമ്മുടെ സിംഗുലർ സബ്ജക്റ്റ് എൻഡ് ചെയ്യുന്നത് IS എന്നുള്ള ലെറ്ററിലാണെങ്കിൽ ആ ISനെ മാറ്റിയിട്ട് അവിടേക്ക് നമ്മൾ ESനെ കൊണ്ടുവന്ന് ചേർക്കണം. നോക്കിയേ, തീസിസ് എന്ന് പറയുമ്പോൾ THESIS, തീസിസ് എന്ന് പറയുന്നതാണ് സിംഗുലർ സബ്ജക്റ്റ്. അതിന്റെ പ്ലൂറൽ വരുമ്പോൾ THEIS എന്നാകും, തീസിസ്. നെക്സ്റ്റ് വൺ ക്രൈസിസ്. ക്രൈസിസ് എന്ന് പറയുമ്പോഴും IS എന്നുള്ളത് സിംഗുലർ ഫോമിലാണ്, പ്ലൂറലിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനെ IS മാറ്റിയിട്ട് ES ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് അനാലിസിസ്, ഡയഗ്നോസിസ് എന്നൊക്കെ പറയുന്നത്. ലാസ്റ്റ് കിടക്കുന്ന IS മാറ്റി നമ്മൾ അവിടെ ES ആഡ് ചെയ്യുന്നു.
സോ സമ്മപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ 8th റൂൾ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് എൻഡ് ചെയ്യുന്നത് IS എന്നുള്ള ലെറ്ററിലാണെങ്കിൽ അതിനെ പ്ലൂറൽ ആക്കാൻ നമ്മൾ ES ആഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. നമ്മുടെ 9th റൂൾ എന്ന് പറയുന്നത് 8th റൂളുമായിട്ട് കുറച്ചൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്. അത് ഇത്രേ ഉള്ളൂ. ഇഫ് ദ സബ്ജക്റ്റ് എൻഡ്സ് ഇൻ US ചേഞ്ച് ഇറ്റ് ടു I. അതായത് ഒരു സബ്ജക്റ്റ് സിംഗുലർ സബ്ജക്റ്റ് എൻഡ് ചെയ്യുന്നത് US ഈ 2 ലെറ്റേഴ്സിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ US അങ്ങ് മാറ്റിയിട്ട് അതിന് പകരം I ആഡ് ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും. ഫംഗസ് നമ്മൾ പറയും, ഫംഗി എന്ന് പറയും. എപ്പോഴേലും നിങ്ങൾ ഇത് ഓർത്തിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. ഫംഗസ് US എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റും ഫംഗി US മാറ്റിയിട്ട് I ആഡ് ചെയ്യുമ്പോൾ അതൊരു പ്ലൂറൽ സബ്ജക്റ്റുമായി മാറും. സോ സിലബസ് നമ്മൾ ശരിക്കും പറയുന്നത് സിലബസിന്റെ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സിലബിയാണ്. സിലബസ് US എൻഡ് ചെയ്യുന്നത് കൊണ്ട് US മാറ്റി അവിടെ I ആഡ് ചെയ്യുന്നു. അതാണ് പ്ലൂറൽ സബ്ജക്റ്റ്. പക്ഷേ ഇപ്പോൾ നമ്മൾ സിലബസിന് പകരം ES ആഡ് ചെയ്ത് സിലബസസും കണ്ടുവരാറുണ്ട്. ഇതൊരു ന്യൂ യൂസേജ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ സ്റ്റിമുലസ് എന്ന് പറയുന്നത് US എൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിനെ പ്ലൂറൽ ആക്കാൻ വേണ്ടി US മാറ്റി അവിടെ I ആഡ് ചെയ്ത് ഈ റൂൾ അങ്ങ് ഫോളോ ചെയ്യുന്നു. സോ 9th റൂളും ക്ലിയർ അല്ലേ? സിംഗുലർ പ്ലൂറൽ റൂൾസിലെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. അതിന് സിംഗുലർ വേർഷനിലും പ്ലൂറൽ വേർഷനും സെപ്പറേറ്റ് വേർഡ്സ് ഇല്ല. അതായത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം വേർഡ് ആയിരിക്കും. നോക്കിയേ, ഷീപ്പ്, എയർക്രാഫ്റ്റ്, ഇൻഫർമേഷൻ, ഫർണിച്ചർ, എക്യുപ്മെന്റ് എന്നൊക്കെ പറയുന്നതിന് ഒരു സിംഗുലർ അല്ലെങ്കിൽ നമുക്ക് പ്ലൂറൽ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഇൻഫർമേഷനെ സിംഗുലർ ആക്കാൻ വേണ്ടി പീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ന്യൂസിനെ എ പീസ് ഓഫ് ന്യൂസ് എന്നൊക്കെ പറയും. പക്ഷേ ഈ ഫർണിച്ചർ, എക്യുപ്മെന്റ് എന്നൊക്കെ പറയുന്നതിന് നമുക്ക് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നൊന്നും നമ്മൾ കോണ്ടെക്സ്റ്റ് നിന്ന് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. അല്ലാതെ അതിനെ സിംഗുലർ പ്ലൂറൽ എന്ന് പറഞ്ഞ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് സിംഗുലർ പ്ലൂറലിന്റെ ബേസിക് റൂൾസ് എന്ന് പറയുന്നത്. നമ്മൾ 10 കണ്ടത്. ഈ 10 നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ചോദിക്കുക. അപ്പോൾ ഈ 10 റൂൾസിനും എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ 2-3 വേർഡ്സ് മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ വൊക്കാബുലറിയുടെ കംപ്ലീറ്റ് ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സ്റ്റഡി മെറ്റീരിയൽസും വൊക്കാബുലറി ലിസ്റ്റും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അടുത്ത ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ഈ പ്ലേലിസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. ബൈ.